ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് കിട്ടുന്ന കൗൺസിലിംഗ് കേസസ് കൂടുതലും എന്തെങ്കിലും കാര്യത്തിൽ അവർ വളരെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ജീവിതത്തിൽ, ഭയങ്കര സ്റ്റക്കായിട്ട് മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അവരെ എങ്ങനെ എൻകറേജ് ചെയ്യാൻ പറ്റും? ഈ സ്റ്റക്കായി നിൽക്കുന്നത് കൂടുതലും ലൈഫിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ. ചിലപ്പോൾ ബിസിനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ ലൈഫിലായിരിക്കാം, എന്തെങ്കിലും റിലേഷൻഷിപ്പിലായിരിക്കും. ഇനി അടുത്തത് എന്തിലേക്ക് പോകും, ഇനി ഞാൻ അടുത്തെന്ത് ചെയ്യും എന്നുള്ളൊരു ഇത്. ഈ ഒരു സമയത്ത് ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടണത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തലുകൾ. അവനൊന്നും ചെയ്യുന്നില്ല, അവന് ലൈഫിലൊന്നും മാറ്റം വരുത്തുന്നില്ല എന്നുള്ള ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേട്ട് കഴിയുമ്പോഴല്ലോ ഇവർ പിന്നെയും നെഗറ്റീവ് അടിക്കും. അങ്ങനെ പിന്നെ അപ്പോൾ ഇവർക്കൊരു തോട്ട് വരാണ്, എനിക്കൊന്നും പറ്റുന്നില്ല, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു. അവർ വീണ്ടും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ കൂടെയുള്ളവർ കുറ്റപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആൻഡ് ദ മെയിൻ തിങ്, നമുക്ക് എല്ലാവരെയും മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം നമ്മളെ മാറ്റേണ്ടത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കൗൺസിലിംഗ് കേസ് നമ്മളുടെ ഇവിടെ ഒരുപാട് വരാറുണ്ട് കേട്ടോ. സോ നിങ്ങളെ മാറ്റിയെടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തന്നെയാണ്. സോ നിങ്ങൾ തന്നെയാണ് അത് തീരുമാനിക്കേണ്ടത് കേട്ടോ. സോ നമുക്ക് കൗൺസിലിംഗ് അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ.